ആമസോൺ പ്രൈമിൻ്റെ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സീരീസിൻ്റെ സ്പിൻ ഓഫ് ആയിട്ടാണ് ജെൻവി സീസൺ 1 ഇറങ്ങിയത്. അത് നല്ല അഭിപ്രായം കിട്ടി, അത്യാവശ്യം വലിയൊരു ഹിറ്റ് ആവുകയുണ്ടായി. അപ്പോൾ ഈ ബോയ്സിലെ 7 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാനായിട്ട് വരുന്ന ഒരു സൂപ്പർ ഹീറോ സ്റ്റുഡൻസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ബേസ് ചെയ്ത് നടക്കുന്ന സ്റ്റോറീസാണ് ഈ ജെൻവിയിൽ പൊതുവെ പറയാറ്. അപ്പോൾ ഈ ജെൻവി സീസൺ 1 കഴിഞ്ഞ് സീസൺ 2 ആവാൻ നിൽക്കുന്ന സമയത്ത് അതിലൊരു മേജർ ക്യാരക്ടർ മരിക്കുകയുണ്ടായി റിയൽ ലൈഫിൽ. അപ്പോൾ അത് കാരണം അവർക്ക് സ്റ്റോറീസ് അല്ലെങ്കിൽ എല്ലാം റീസ്ട്രക്ചർ ചെയ്തു. അങ്ങനെ സീസൺ 2 ഇറങ്ങി കംപ്ലീറ്റ് ആക്കി. ബോയ്സിൻ്റെ സീസൺ 5 ഫിനാലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സീസൺ 2 ഡ്രോപ്പ് ആവുന്നത്. സോ ലെറ്റ്സ് റിവ്യൂ ജെൻവി സീസൺ 2. ജെൻവി സീസൺ 2ൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആ ഡെത്ത് ഒരിക്കലും സീരീസിനെ ഇമ്പാക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. മേ ബി അതിനൊരു ടൂളായിട്ട് തന്നെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് ടൂളായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള വില്ലൻ സൈഫർ എന്ന് പറഞ്ഞുള്ള വില്ലൻ അടിപൊളിയായിരുന്നു. അതായത് ആളുടെ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ആളുടെ പവർ ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ക്യൂരിയസ് ആയിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ട്. ക്യാരക്ടേഴ്സും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഇനി ഇതിലെ നെഗറ്റീവിലേക്ക് വരാം. നെഗറ്റീവിൻ്റെ ഏറ്റവും മേജർ പ്രശ്നം ഈ വില്ലൻ തന്നെയാണ്. അതായത് ഈ വില്ലനെ അവർ ബിൽഡ് ചെയ്ത് ലാസ്റ്റ് എപ്പിസോഡ് വരെ പക്കയായിട്ട് കൊണ്ടുപോയി ലാസ്റ്റ് എപ്പിസോഡിൽ അങ്ങ് നശിപ്പിച്ച് കളയാനുണ്ടായത്. അതായത് ലാസ്റ്റ് എപ്പിസോഡിൽ വില്ലനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡം ഡിസിഷൻസ് എടുക്കില്ല. അതുവരെ ക്ലെവറായ വില്ലൻ ലാസ്റ്റ് മിനിറ്റിൽ ഡംപായി പോകുന്നൊരു സിറ്റുവേഷൻ, അതൊക്കെ തന്നെയാണ് കാണാനുണ്ടായത്. അതാണ് ഈ മേജർ ഡ്രോബാക്കായിട്ട് എനിക്ക് സീസണിൽ തോന്നിയത്. മേ ബി കുറച്ച് വോക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് എനിക്ക് തോന്നി സ്റ്റാർട്ടിങ്ങിൽ. അതും ഒരു നെഗറ്റീവായിട്ട് തന്നെ തോന്നുന്നു. അങ്ങനെ മൊത്തത്തിൽ ആവറേജ് ആയിട്ട് ഒരു എബോവ് ആവറേജ്, അല്ലാണ്ട് ഒരു ഫസ്റ്റ് സീസണിൻ്റെ ലെവലിലേക്കൊന്നും ഉയരാൻ സീസൺ 2 സാധിച്ചിട്ടില്ല. അതിൻ്റെ മേജർ ഇഷ്യൂ ഇത് തന്നെയാണ്. പക്ഷേ വില്ലൻ അഭിനയിച്ച ആളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ അൺഫോൾഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ ആ ക്യൂരിയസ് ആയിട്ട് പോകുന്നു. പിന്നെ ബോയ്സ് ക്യാമിയോസ് ഉണ്ട് കുറച്ച്, അതും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീസൺ 2ൻ്റെ എൻഡിങ് എന്നുള്ളത് ഡയറക്ട്ലി ടൈഡ് അപ്പ് ടു സീസൺ 5 ഓഫ് ബോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോയ്സ് കാണുന്ന ഒരാളാണെങ്കിൽ ഐ തിങ്ക് യു നീഡ് ടു വാച്ച് ദി സീരീസ് ആസ് വെൽ. ബിക്കോസ് എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ സംതിങ് ഔട്ട് ഓഫ് ഓർഡിനറി നേരെ അല്ലെങ്കിൽ സീസൺ 5ലേക്ക് വരുന്ന പോലെ തോന്നിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ എ ഫാൻ ഓഫ് ബോയ്സ് ആൻഡ് ഇഫ് യു ഹാവ് വാച്ച് ബോയ്സ്, ഐ തിങ്ക് എവറി വൺ ഷുഡ്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് സീരീസ്. സോ ആ സീരീസ് കാണുന്ന ഒരാളാണെങ്കിൽ ജെൻവി സീസൺ 2 ഈസ് എ മസ്റ്റ്. സോ ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ്, റെക്കമെൻഡഡ്, ഗിവ് ഇറ്റ് എ ഗോ.